ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനായിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനമായിട്ടും ക്യാഷ് കിട്ടുന്ന പ്രധാനപ്പെട്ട 3 കാറ്റഗറീസ് ഞാൻ പറയാം. ഒന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ, സെക്കൻഡ് ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുക, പിന്നുള്ളത് സെല്ലിങ്. അതാണ് 3 മെത്തേഡ് എന്ന് പറയുന്നത്. ഈ 3 മെത്തേഡിലും പല രീതിയിൽ പല ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോം ആണെന്നും അതുപോലെ തന്നെ ഫ്രീലാൻസിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടെന്നും പിന്നെ സെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ മെത്തേഡിൽ ഫോളോ ചെയ്താൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. എന്നിട്ട് ഏത് മെത്തേഡിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി ഏതാണെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ അതെന്ത് ചെയ്യുക, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഓരോ കാറ്റഗറിയും അതിൽ ഉൾപ്പെടുന്ന മറ്റ് കാറ്റഗറീസും പിന്നെ വെബ്സൈറ്റും പിന്നെ എങ്ങനെ നമുക്കിതിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. എല്ലാവർക്കും അറിയാമായിരിക്കും, സോഷ്യൽ മീഡിയയിലും പ്രധാനമായിട്ടും 3 ഇതിലാണ് നമ്മൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുക. മെയിനായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 പ്ലാറ്റ്ഫോം. 1 യൂട്യൂബ്, 2 ഫേസ്ബുക്ക്, 3 ഇൻസ്റ്റാഗ്രാം. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ഇല്ലല്ലോ. നമ്മൾ റെഗുലറായി വീഡിയോ ഇടുക, റീൽസ് ഇടുക, ഷോർട്സ് ഇടുക, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം തന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ട്. അത് കംപ്ലീറ്റ് ആയി മാത്രമേ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ വർക്ക് ചെയ്ത് രക്ഷപ്പെട്ടാൽ 100% നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന 3 പ്ലാറ്റ്ഫോമുകളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഫ്രീലാൻസറാണ്. ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഡേറ്റ എൻട്രി ജോബ്, ടൈപ്പിംഗ് ജോബ്, റൈറ്റിംഗ് ജോബ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, ബ്ലോഗ് റൈറ്റിംഗ്, അങ്ങനെയൊക്കെ ഒരുപാട് റൈറ്റിംഗ് ജോബുകൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ ടാസ്കുകളുള്ള ജോബുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് നല്ല എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് ഇപ്പം മന്ത്ലി സാലറി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലത്തെ ജോബുകളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചിങ് ജോബൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മന്ത്ലി നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം ഫ്രീലാൻസർ എന്ന് പറയുന്ന ഒരു സൈറ്റ് തന്നെയുണ്ട്. അതല്ലാതെ ഇപ്പം നിങ്ങൾക്ക് അപ്വർക്ക് എന്ന് പറയുന്ന സൈറ്റുണ്ട്, ഫീവർ എന്ന് പറയുന്ന സൈറ്റുണ്ട്, നമ്മുടെ ക്ലിക്ക് വർക്ക് എന്ന് പറയുന്ന സൈറ്റുണ്ട്. അങ്ങനെ ഒരുപാട് ഓൺലൈനായിട്ട് നമുക്ക് ഇതുപോലത്തെ ജോബുകളൊക്കെ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടീച്ചിങ് ജോബ് വേണമെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അതിലെല്ലാം തന്നെ ഞാൻ ഒരുപാട് ടീച്ചിങ് ജോബിൻ്റെ സൈറ്റുകളെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാവുന്നതാണ്. മറ്റ് വീഡിയോയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. പക്ഷേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരുപാട് ഹ്യൂജ് എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല. ജസ്റ്റ് 250, 150 അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ള മന്ത്ലി നല്ലൊരു 10,000, 30,000 ഒക്കെ ഏൺ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ആണ്. നമുക്ക് റീസെല്ലിങ് ചെയ്യാം. അതല്ലാതെ ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാതെ നമുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് റീസെല് ചെയ്യാം. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റ് സെല്ല് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാം. അത് ക്ലോത്തിങ് സെല്ലിങ്സ് മാത്രമല്ല, ജ്വല്ലറി ഐറ്റങ്ങളാകട്ടെ, മേക്കപ്പ് പ്രോഡക്റ്റ് ആകട്ടെ, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്ലിപ്കാർട്ട്, ആമസോണ്, അതുപോലെ മീഷോ ഒക്കെ അല്ലേ, അവരുടെയൊക്കെ സപ്പോർട്ടോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല മെത്തേഡാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ക്യാഷ് ഏൺ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡ് ആണ് എളുപ്പമെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക, വർക്ക് ചെയ്യുക, ക്യാഷ് ഏൺ ചെയ്യുക. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.